എപ്പോഴേലും മുകളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ എങ്ങനെയാലേ കണക്റ്റഡ് ആയിരിക്കുന്നത്? അതായത് നമ്മുടെ യൂണിവേഴ്സ്, ഹൗസ് ഇറ്റ് ഓപ്പറേറ്റിംഗ്. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഇത്രയുമുള്ള ഒരു അറിവ്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പവർ ഉണ്ടോ? ചാപ്റ്റർ 7, ചാപ്റ്റർ 8 അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഭഗവത്ഗീതയിൽ ഈ 2 ചാപ്റ്ററിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ശ്രീകൃഷ്ണൻ അർജുനനോട് എങ്ങനെ നമ്മുടെ ലൈഫ്, അതായത് എങ്ങനെ ഒരാളുടെ ലൈഫ് ജീവിക്കണം എന്നല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ലൈഫിൻ്റെ റിയാലിറ്റി, നേച്ചർ ഓഫ് റിയാലിറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്നും ആലോചിക്കാത്ത, നമ്മൾ ഒരിക്കലും ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എവറിഡേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നും വരുന്ന ഇഷ്യൂസും എന്നും വരുന്ന പ്രോബ്ലംസും ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും അതിനേക്കാട്ടും ഒക്കെ ഡീപ്പായിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ് ഉണ്ട്. അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മം, നമ്മുടെ ആക്ഷനെ പറ്റിയാണ്. നമുക്ക് ഒരു കാര്യം എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നമ്മുടെ ഡിസിപ്ലിൻ, നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്നർ പീസ്, അതായത് സമാധാനം, ഇതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അർജുനന് ഇനി കൃഷ്ണനെ പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് വരുന്നത്. ശരിക്കും കൃഷ്ണൻ ആരാണ്? കൃഷ്ണന്റെ റിയാലിറ്റി, അതായത് റിയൽ നേച്ചർ എന്താണെന്നാണ് അറിയേണ്ടത് അർജുനൻ. ബിക്കോസ് ഇത്രത്തോളം അറിവുള്ള ഒരാൾ, ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആരാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അപ്പം കൃഷ്ണൻ ആരാണെന്ന് അർജുനൻ ചോദിക്കുമ്പം കൃഷ്ണൻ ഭയങ്കര സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ യൂണിവേഴ്സിൽ കാണുന്ന എല്ലാം കണക്റ്റഡ് ആണ്. ഭൂമി, വായു, ജലം, അഗ്നി, നമ്മുടെ മൈൻഡ്, സ്പേസ്, ഇൻ്റലിജൻസ്, ഇതൊക്കെ ഒരു സെയിം സോഴ്സിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് എന്നെക്കാളും വലിയൊരു കാര്യമില്ല, എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. ഒരു മാലയിൽ ഈ മണികൾ കോർത്തിരിക്കുന്ന പോലെയാണ് എല്ലാം, ഞാനായിട്ട് കണക്റ്റഡ് ആണെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ് ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ട് വായിച്ചപ്പം എനിക്കിതിൽ പ്രാക്ടിക്കലി മനസ്സിലായില്ല, ടു ബി ഓണസ്റ്റ്. ബിക്കോസ് നമ്മൾ സ്പിരിച്വാലിറ്റി അല്ല നോക്കുന്നത്, അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സ് അല്ല നമ്മളിപ്പം പഠിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇതിനെ പ്രാക്ടിക്കലി നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ, ഇന്നത്തെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചുകൂടി റീഡ് ചെയ്ത്, കുറച്ചുകൂടി റീസേർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഇതിനേക്കാളും ട്രൂ ആയിട്ടുള്ള കാര്യം നമുക്കറിയാനില്ല. ബിക്കോസ് നമ്മൾ കാണുന്ന എല്ലാം ഒരു കണക്റ്റഡ് ഒരു വെബ് പോലെയാണ്. ഇപ്പം നേച്ചർ, ആൾക്കാർ, നമ്മുടെ സറൗണ്ടിങ്, നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ ലൈഫിൽ നമ്മൾ ഒതുങ്ങിപ്പോയി. അതിന് പല പല റീസൺസ് ഉണ്ടാവാം. പല പല ആൾക്കാരുടെ പല പല ആഗ്രഹങ്ങളാണ്. ചില ആൾക്കാർക്ക് പേടിയുണ്ട്, ചില ആൾക്കാർക്ക് ഈഗോ ഉണ്ട്, ചില ആൾക്കാർക്ക് വേറെ ഡിസയേഴ്സ് ഉണ്ട്, ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഫീലിങ്സ് ഒക്കെ കാരണം നമ്മൾ എങ്ങനെയോ ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. കൃഷ്ണൻ പറയുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ വിളിക്കുന്നതും പല പല റീസൺ കാരണമാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമാകുമ്പോഴാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കുന്നത്. ചില ആൾക്കാർ ഒരു സങ്കടം വരുമ്പോൾ, എനിക്ക് ഒരു ഹെൽപ്ലെസ്നെസ് വരുമ്പോഴാണ് വിളിക്കുന്നത്. ചില ആൾക്കാർ ക്യൂരിയോസിറ്റി, എന്താണ് ആ ഒരു പവർ, ഇല്ലെങ്കിൽ ആ ഡീപ്പർ മീനിങ്, കൃഷ്ണൻ ആരാണ്, ഇപ്പം അർജുനൻ ചോദിക്കുന്ന പോലെ അതറിയാൻ വേണ്ടിയാണ് ഭഗവാനെ വിളിക്കുന്നത്. ചില ആൾക്കാർ അതൊന്നുമല്ല, രാവിലെ എണീറ്റു പ്രാർത്ഥിക്കുക, ഒരു പേർപ്പസ് ഇല്ലാണ്ടും ചില ആൾക്കാർ പ്രാർത്ഥിക്കും. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് ചില ആൾക്കാർക്ക് സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്, ലൈഫ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ആരെയും തള്ളിക്കളയില്ല, ഞാൻ എല്ലാ രീതിയിലെയും പ്രാർത്ഥനയും ആക്സെപ്റ്റ് ചെയ്യും. അതെന്തോ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യം അല്ലെ. ആരെയും എന്താ പറയുക, പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ബിക്കോസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പകുതി ആൾക്കാരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നും കേൾക്കാൻ പറ്റില്ല അല്ല. ചാപ്റ്റർ 8 ശ്രീകൃഷ്ണൻ ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണോ അത് തന്നെയാണ് നമ്മൾ ആവുന്നത്.
നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഭയങ്കര ഒരു ഈഗോ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈഗോയിസ്റ്റിക് ആയി മാറും. എപ്പോഴും ദേഷ്യമാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും ആ ദേഷ്യം വരും, കാണിക്കും. ആൾക്കാർക്കും തോന്നും ഓക്കെ ഈ സ്ത്രീക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന് പറയും. അതല്ല, ഇപ്പം ഒരാൾ എപ്പം നമ്മളായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും ഒരു കമ്പാരിസൺ ആണ്, ഇല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അവരെ പറ്റി ഒരു ഇമേജ് ആയി. അതുകൂടാതെ അവർക്ക് എപ്പോഴും കിട്ടുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ കൃഷ്ണൻ പറയാണ് നമ്മുടെ അവയർനെസ്, അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി മാറും. അത് ഭയങ്കര ട്രൂ ആണ്. ഇപ്പൊ നമ്മളൊരു കാര്യം പറയില്ലേ, ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ് അത് കേട്ടോണ്ടിരിക്കുവാണ്. അത് സാധിക്കും, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിപ്പോ നല്ല കാര്യമാവാം, ചീത്ത കാര്യമാവാം, പോസിറ്റീവ് കാര്യമാവാം, നെഗറ്റീവ് കാര്യമാവാം. നമ്മുടെ മോഡേൺ ലൈഫിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, നമ്മൾ അങ്ങനെ തന്നെ ആയി മാറും. ഇപ്പൊ നമുക്ക് പേടിയാണോ, നമുക്ക് ഈഗോ ആണോ, നമുക്ക് ഗ്രീഡ് ആണോ, ആങ്കർ ആണോ, ആങ്കർ ആണോ, കമ്പാരിസൺ ആണോ, നെഗറ്റിവിറ്റി ആണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയി മാറും. അതിന് പകരം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിനൊരു പേർപ്പസ് ഉണ്ട് എന്നുള്ളൊരു അറിവ്, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടിയതിനൊക്കെ ഒരു താങ്ക്ഫുൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ ചാപ്റ്റർ 7 ചാപ്റ്റർ 8 ഇതില് കൃഷ്ണൻ അർജുനനെ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണാണ്ട് അർജുനൻ ഒരു വലിയൊരു കാര്യത്തിന്റെ, ഒരു വലിയൊരു യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്, കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സിഗ്നലാണ് തരുന്നത്. അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. നമ്മളിപ്പം ഭയങ്കര ലോൺലി ആണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദാറ്റ്സ് നോട്ട് ട്രൂ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് പറയില്ല, ഇപ്പം തേർഡ് ഐ ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് എഫേർട്ട് എടുത്ത് നോക്കിയാലേ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ നമ്മളെ ഒരു സർഫേസ് ലെവൽ ആയിട്ട് കാണാണ്ട് നമ്മുടെ ഡീപ്പർ മീനിങ് എന്താണ്, നമ്മൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കെന്നെ മനസ്സിലാവണം നമ്മൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടാണോ, നെഗറ്റീവ് ആയിട്ടാണോ, നമുക്കൊരു കമ്പാരിസൺ ആണോ എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫീലിംഗ് നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും നമ്മളെ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ എങ്ങനെയാണ് നോക്കണേ എന്ന് അല്ലെ. അപ്പം അതാണ് ശരിക്കുള്ള റിയാലിറ്റി, അതാണ് നമ്മുടെ റിയൽ സെൽഫ്. അല്ലാണ്ട് നമ്മളിപ്പം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റ് ഇട്ടു, ഇല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയിൽ പോയി, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അതൊന്നും അല്ല നമ്മുടെ റിയൽ സെൽഫ്. ഇതൊക്കെ ചെറിയ ചെറിയ എസ്കേപ്പ് മെക്കാനിസമാണ്. ഇതൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അതാണ് നമ്മുടെ റിയൽ സെൽഫ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. അതായത് നമ്മളെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യം തന്നെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.